പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2034 മുതൽ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശമാണ് ബില്ലിലുള്ളത്. ബില്ലിനെ ശക്തമായി എതിർക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കി. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത. ഭരണഘടനാ വിഷയത്തിലെ പ്രത്യേക ചർച്ച രാജ്യസഭയിൽ ഇന്നും തുടരും. ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തന്നെയാകും മറുപടി പറയുക എന്നാണ് സൂചന. പി ആർ സുനിൽ ചേരുന്നു ഡൽഹി വിശേഷങ്ങളുമായി. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് സംഭവം ബഹുലമായിരിക്കും. ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കരട് ബില്ല് വരുന്നു. രാജ്യസഭയിൽ പ്രധാനമന്ത്രി തന്നെ ഭരണഘടനാ ചർച്ചയ്ക്ക് മറുപടി നൽകാനായിട്ട് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. 10 വർഷത്തിനു ശേഷമാണ് ഈ ബില്ല് പ്രകാരം ഒറ്റ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സമയമുണ്ട്. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്കൊക്കെ വിട്ട് ആ ബില്ല് നിയമമാകുന്നതിന് മുൻപ് ഒരുപാട് കടമ്പകൾ കടക്കണം. പ്രതിപക്ഷം എങ്ങനെയായിരിക്കും ബില്ലിനെ വരവേൽക്കുക? പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ബില്ലിനെ ശക്തമായി എതിർക്കും എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2034 വരെ സമയമുണ്ടെങ്കിൽ പോലും 2029 ശേഷം ഇതിൻ്റെ നടപടികൾ ആരംഭിക്കേണ്ടി വരും. ഏതായാലും 2029 ശേഷം ഇതിൻ്റെ നടപടികൾ ആരംഭിക്കണമെങ്കിൽ അതിനു മുൻപ് ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയായിരിക്കും. ഏതായാലും ഇന്ന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. അർജുൻ മേഘ്വാലായിരിക്കും ബില്ല് ലോക്സഭയിൽ വയ്ക്കുക. ഭരണഘടനയുടെ 82A 83 അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്ത് 120ാം ഭേദഗതിയിലൂടെയാണ് ഇപ്പോൾ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരാശയത്തിലേക്ക് നീങ്ങാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സമിതി ഇതിനായി രൂപീകരിക്കുകയും ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിനായുള്ളൊരു ബില്ല് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് കേന്ദ്രമന്ത്രിസഭാ യോഗം ഈ ബില്ലിന് അംഗീകാരം നൽകിയത്. ഏതായാലും ഈ ബില്ല് ലോക്സഭയിൽ വരുന്നതോടുകൂടി അതിൻ്റെ ഒരു നീക്കം വളരെ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും ഈ ബില്ല് ഒറ്റയടിക്ക് നടപ്പാക്കാൻ സർക്കാരിനെ സംബന്ധിച്ച് സാധിക്കില്ല. കാരണം പ്രതിപക്ഷ പാർട്ടികളെ ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് ഈ ബില്ലുമായി മുന്നോട്ട് പോയി രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നൊരാശയം നടപ്പാക്കുക കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു സർവകക്ഷി യോഗമൊക്കെ തന്നെ വിളിച്ച് ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിന് ശ്രമിക്കേണ്ടി വരും. എന്തായാലും 10 വർഷത്തെ സമയമുണ്ട്. ആ 10 വർഷത്തെ സമയം എന്നത് വലിയ സമയവുമല്ല, പ്രത്യേകിച്ച് ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന കാര്യത്തിൽ. 2034 മുതലാണ് തെരഞ്ഞെടുപ്പ്. അതെ, നമ്മുടെ 2026 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ആ 26 കഴിഞ്ഞാൽ പിന്നീട് ഒരു ഫുൾ ടൈമും കൂടി കേരള സർക്കാരിന് കിട്ടും, 2031. അത് കഴിഞ്ഞ് വരുന്ന കേരള സർക്കാരിന് 3 വർഷം മാത്രമേ കിട്ടൂ. സമാനമായ അവസ്ഥയാണ് പല സംസ്ഥാനങ്ങൾക്കുമുള്ളത്. ചില സംസ്ഥാനങ്ങളിൽ 2034 ആകുമ്പോഴേക്ക് 4 വർഷം പൂർത്തിയാവും. ചില സംസ്ഥാനങ്ങൾ 2 വർഷമേ പൂർത്തിയാക്കൂ. അപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യത്തിലുള്ള പ്രായോഗികമായിട്ടുള്ളൊരു പ്രശ്നവും ഈ കരട് ബില്ലിൽ ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കും, അല്ലേ പി ആർ സുനിൽ? തീർച്ചയായും. ഇപ്പോൾ രാജ്യസഭയിലെ ഒരു അംഗത്തിൻ്റെ ഒരു കാലാവധി എന്ന തരത്തിലാണ് നിയമസഭകളുടെയും കാലാവധി തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയാൽ, പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളോ എന്തെങ്കിലും ഉണ്ടായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതെ പോയാൽ, എന്നാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് മുതൽ പിന്നീട് അടുത്ത ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലാവധി വരെയായിരിക്കും ഇതിനുള്ളൊരു സമയം നിയമസഭയുടെ കാലാവധി കിട്ടുക. അതുപോലെ തന്നെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ സർക്കാർ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ 2 വർഷമാണ് അതിൻ്റെ ഒരു കാലാവധിയെങ്കിൽ 2 വർഷം മാത്രമേ ഒരു നിയമസഭയ്ക്ക് കാലാവധി ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും ഇതൊക്കെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. ഇതിൽ ഏതൊക്കെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി മുന്നോട്ട് വരുന്ന നിർദ്ദേശങ്ങൾ ഏതൊക്കെ സർക്കാർ അംഗീകരിക്കും എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഏതായാലും വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ വേണ്ടിവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരാശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരുന്നത് ഒരു 5 വർഷ കാലത്തിനകത്ത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സാഹചര്യമാണ് രാജ്യത്തുള്ളത്. അപ്പോൾ വലിയ ചെലവുണ്ടാകുന്നു, മറ്റ് രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ മറികടക്കാനുള്ള ഒറ്റ ആശയം എന്നതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്ന ഒരു ന്യായം ഇക്കാര്യത്തിൽ. പക്ഷേ ഇത് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാനുള്ള BJPയുടെ തന്ത്രമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. മാത്രമല്ല ഇത് ഫെഡറൽ സംവിധാനത്തെ ആകെ തകർത്ത് കളയും എന്ന് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇന്ന് ബില്ല് ലോക്സഭയിൽ വയ്ക്കും. ലോക്സഭയിൽ വയ്ക്കുന്ന ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ തന്നെയായിരിക്കും. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി നമ്മുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ തൃശ്ശൂരാണുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ ഈ ബില്ല് സഭയിൽ വയ്ക്കുമ്പോൾ ലോക്സഭയിൽ ഉണ്ടാവില്ല, അല്ലേ പി ആർ സുനിൽ?
തീർച്ചയായും സോണിയാഗാന്ധിയുടെ ദീർഘനാളായിട്ടുള്ള പേഴ്സണൽ സെക്രട്ടറി മാധവൻ അദ്ദേഹത്തിൻ്റെ മരണം ഇന്നലെ സംഭവിച്ചു. രാഹുൽ ഗാന്ധി ഇപ്പോൾ അതിനായി ഇന്നലെ രാത്രി തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ഒരു മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമായിരിക്കും ദില്ലിയിലേക്ക് വരിക. പക്ഷേ പാർലമെൻറ്റിൽ ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും. പ്രിയങ്ക ഗാന്ധി ഒരുപക്ഷെ ശക്തമായ പ്രതിഷേധവുമായി എഴുന്നേൽക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ലോക്സഭയിൽ ഓരോ ദിവസവും വാർത്തകളിൽ ഇടം പിടിച്ചു വരികയാണ്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഒരു പലസ്തീൻ എന്നെഴുതിയ ഒരു ബാഗുമായി പാർലമെൻറ്റിൽ എത്തിയതൊക്കെ തന്നെ ദേശീയ തലത്തിൽ വലിയ ചർച്ചയാണ്, വലിയ വാർത്തയാണ്. BJP വലിയ ആക്രമണവുമായി ഇന്നലെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. പ്രിയങ്ക ഗാന്ധി ഒക്കെ ഇപ്പോൾ ഒരു പുതിയ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ് എന്നാണ് BJP ഇന്നലെ ആരോപിച്ചത്. അപ്പോൾ എല്ലാ ദിവസവും പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്. ശക്തമായ നിലപാടുകൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർത്തുന്നൊക്കെ തന്നെയുണ്ട്. ഏതായാലും ഇന്ന് വലിയ ബഹളം ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ തന്നെ ലോക്സഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 12 വരിക. ആദ്യം ചോദ്യോത്തര വേളയായിരിക്കും. അതെ, രാജ്യസഭയിൽ ഇനിയിപ്പോൾ ഇന്ന് ഭരണഘടനാ ചർച്ച നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഭരണപക്ഷം നേരിടാൻ പോകുന്നത്? നമ്മുടെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകളൊക്കെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ മറുപടി പറയാനിറങ്ങുന്നത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കുമോ, അതല്ല രാജ്നാഥ് സിംഗോ മറ്റാരെങ്കിലും അമിത്ഷായോ ആരെങ്കിലും ആയിരിക്കുമോ ഇന്ന് മറുപടി പറഞ്ഞു തീരുക? അരുൺ, രാജ്യസഭയിലെ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി ആയിരിക്കില്ല മറുപടി പറയുക എന്ന സൂചനകൾ വരുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഒരുപക്ഷെ രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്ക് മറുപടി പറയുക. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് രാജ്യസഭയിൽ സംസാരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ തന്നെ തുടക്കത്തിൽ നെഹ്റുവിൻ്റെ കാലം മുതലുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്തെ അതിശക്തമായി വിമർശിച്ചായിരുന്നു ഇന്നലെ ചർച്ചയ്ക്ക് തുടക്കമിട്ട കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സംസാരിച്ചത്. നെഹ്റു ഉൾപ്പെടെയുള്ളവർ ഭരണഘടനയെ അട്ടിമറി ശ്രമിച്ചു എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഭരണഘടനയുടെ 42ാം ഭേദഗതി കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാക്കളെ ആകെ ജയിലിലിട്ട ശേഷമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 42ാം ഭേദഗതി കൊണ്ടുവന്നത് ആമുഖത്തിലടക്കം മാറ്റം വരുത്തിയത്. പിന്നീട് 44ാം ഭേദഗതി കൊണ്ടുവന്നത് സംബന്ധിച്ച് നിർമ്മലാ സീതാരാമൻ്റെ പ്രസ്താവനയൊക്കെ തന്നെ വലിയ വാഗ്വാദങ്ങൾക്ക് ഇന്നലെ രാജ്യസഭയിൽ കാരണമായിരുന്നു. തന്നെ കള്ളി എന്ന് വിളിച്ചവർ, അല്ലെങ്കിൽ കള്ളനെന്ന് തന്നെയും പ്രധാനമന്ത്രിയൊക്കെ തന്നെ വിളിച്ചവർ കോടതിയിൽ മാപ്പ് പറഞ്ഞ കാര്യം ഓർക്കണം എന്നൊക്കെയാണ് ജയറാം രമേശിൻ്റെ പ്രതിഷേധത്തിന് ഇന്നലെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മറുപടി പറഞ്ഞത്. അങ്ങനെ വലിയ വാഗ്വാദങ്ങൾ ഇന്നലെ ചർച്ചയ്ക്കിടയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിനെ ആകെ അടിച്ചാക്ഷേപിക്കുന്ന സമീപനം ശരിയല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ രാജ്യസഭയിൽ വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നും വലിയ വാഗ്വാദങ്ങളും വലിയ ചൂടുപിടിച്ച ചർച്ചകളും തന്നെ രാജ്യസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരായിരിക്കും മറുപടി പറയുക എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഒരുപക്ഷെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഈ ചർച്ചയ്ക്ക് മറുപടി പറയുക. ഓക്കെ, എനിക്കൊന്ന് സുനിൽ നടക്കുന്ന സ്ഥലത്ത് ആൾക്കാർ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കവിടെ ഒരു മെക്സവനൊരു സാധ്യത കാണുന്നുണ്ട്. പ്രിയ സുനിൽ, വേണമെങ്കിൽ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങാവുന്നതാണ്. തീർച്ചയായും ഞാൻ ഇവിടേക്ക് വന്നത് ഇത് ഇപ്പോൾ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായുള്ള റിഹേഴ്സലുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ദൃശ്യമായിരിക്കും. പക്ഷേ അല്പസമയം മുമ്പ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും അപ്പോൾ ഇന്ത്യൻ നേവിയുടെയും ഒക്കെ തന്നെ റിഹേഴ്സലുകൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അതിരാവിലെ പുലർച്ചെ 5 മണിക്ക് ഇവിടെ റിഹേഴ്സൽ ആരംഭിക്കും. 5 മണി മുതൽ ഒരു 7 മണി വരെയാണ് സമയം. ഈ 2 മണിക്കൂർ സമയം ഈ കൊടും തണുപ്പത്ത് പട്ടാളക്കാർ ഇവിടെ റിഹേഴ്സലൊക്കെ നടത്തും. ഈ റിപ്പബ്ലിക് ഡേക്ക് മുന്നോടിയായി നല്ല മൂടൽ മഞ്ഞാണ്. ഏതായാലും ഇന്ന് കൊടും തണുപ്പ് തന്നെയാണ്. 5 ഡിഗ്രി ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. അതെ, ഇന്ന് തണുപ്പിനൊപ്പം തന്നെ വലിയ പൊല്യൂഷനും ഇന്ന് കൂടിയിട്ടുണ്ട്. ഇന്ന് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400 മുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ 500-അടുത്തേക്ക് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ദില്ലിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വീണ്ടും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കൊടും തണുപ്പിനൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണവും ദില്ലിയിൽ ഇന്ന് രൂക്ഷമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു പി. സുനിൽ, സുരക്ഷിതമായി തന്നെ ഇരിക്കുക. 5 ഡിഗ്രി സെൽഷ്യസിലേക്ക് താപനില എത്തിയിട്ടുണ്ട് ദില്ലിയിൽ എന്നാണ് പറഞ്ഞത്. താപനിലയുടെ കാര്യത്തിൽ മാത്രമേ തണുപ്പുള്ളൂ. പാർലമെന്റിൽ ഇന്ന് ചൂടേറിയ ചർച്ചകളാണ് നടക്കുക. ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് അർജുൻ റാം മേഘ്വാൾ നിയമമന്ത്രി അവതരിപ്പിക്കും. തീർച്ചയായിട്ടും പ്രതിപക്ഷം അതിനെ എതിർക്കും. ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവയ്ക്കുന്നതാണ് ബിൽ എന്നുള്ളത് ശക്തമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കും. രാജ്യസഭയിലാണെങ്കിൽ ഇന്ന് ഭരണഘടനാ ചർച്ചകൾക്ക് ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ മറുപടി പറഞ്ഞേക്കാം. അതല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കും മറുപടി പറയുക.